പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. നേര്യമംഗലം ദേശീയപാതയിൽ ഭീമൻ മരങ്ങൾ കടപുഴകി വീണ് ജീവൻ നഷ്ടപ്പെടുന്നത് സംബന്ധിച്ച് ആന്റണി ജോൺ MLA സബ്മിഷൻ ഉന്നയിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നെല്ലിമറ്റത്തും നേര്യമംഗലത്തുമായി റോഡിന് സമീപത്ത് നിന്നിരുന്ന ഭീമൻ മരങ്ങൾ കടപുഴകി വീണ് കൊച്ചുകുട്ടികളടക്കം നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട സംഭവങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് കോതമംഗലം MLA ആന്റണി ജോൺ. എൻ്റെ മണ്ഡലത്തിലെ നേര്യമംഗലം വില്ലാഞ്ചിറയിൽ അവിടെ ദേശീയപാതയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് ഒരു വൻമരം വീണ് ഇടുക്കി സ്വദേശിയായ ജോസഫ് എന്ന ഇടുക്കി സ്വദേശി അവിടെ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 3 പേർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. ആ ബോഡി വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കാൻ തന്നെ ഏറെ സമയം എടുക്കേണ്ടി വന്നു. ഇതേ പഞ്ചായത്തിൽ തന്നെയാണ്, കവളങ്ങാട് പഞ്ചായത്തിലാണ്, നെല്ലിമറ്റത്ത് 9 വർഷം മുമ്പ് സ്കൂൾ ബസ്സിന് മുകളിലേക്ക് ഇതുപോലെ വലിയ മരം വീണ് 5 കുട്ടികൾക്ക് അന്ന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ നേര്യമംഗലത്തെ ഈ വിഷയത്തിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരികയും അദ്ദേഹം ഇടപെടുകയും കുറേ പാഴ്മരങ്ങളടക്കം ഈ പ്രദേശത്ത് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇനിയും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും ഇടുക്കി റോഡിലുമടക്കം ഇതിന് സമാനമായ വിഷയങ്ങൾ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഈ ഫോറസ്റ്റ് ഭൂമിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ കൂടുതൽ പ്രതികൂലമായി മാറുമെന്ന മുന്നറിയിപ്പ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അതുപോലുള്ള പാഴ്മരങ്ങളും അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ഒക്കെ അടിയന്തരമായി അതിന്റെ ശിഖരങ്ങളടക്കം മുറിച്ചു മാറ്റുന്നതിന് വേണ്ട ദേശീയപാതയോരത്തെ അപകടാവസ്ഥയിലെ മരങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യവും ആന്റണി ജോൺ MLA നിയമസഭയിൽ ഉന്നയിച്ചു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഇതിന് മറുപടിയും പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ റോഡിന് ഇരുവശവുമുള്ള അപകടകാരിയായ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശം കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ നാട്ടിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ മുകളിൽ ഒരു മരം പൊട്ടി വീഴുകയും ഒരാൾ മരിക്കുകയും മറ്റുള്ളവർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുകയും മരങ്ങൾ മുറിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും ഈ 2 റോഡുകളിലെയും അപകടകാരിയായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് ഉറപ്പു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.